പുതിയതായിട്ട് റെസ്ക്യൂ ചെയ്ത ഡീറ്റെയിൽസ് നിലമ്പൂരിൽ നിന്ന് ഒരു ബോഡിയും 2 ബോഡി പാർട്സുമാണ് ഇന്ന് നമുക്ക് റിക്കവർ ആയിട്ടുള്ളത്. ബോഡി പാർട്സ് ഒന്ന് നിലമ്പൂരിൽ നിന്നാണ്, ഒന്ന് വയനാട് പ്രദേശത്തു നിന്നാണ്. ഇന്ന് സാധാരണ നിലയിൽ നമ്മുടെ ക്യാമ്പുകളിലെ അവസാനത്തെ എണ്ണം 14 ക്യാമ്പുകളിലായി 587 കുടുംബാംഗങ്ങളും 2 ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളും 422 കുട്ടികളും ഉൾപ്പെടെ 1722 പേരുമാണ് ഇന്ന് നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള ക്യാമ്പുകളിലായി ഇപ്പൊ ആകെ ഉള്ളത്. ഇപ്പോൾ ഈ കണക്ക് കൂടി ലഭ്യമാകുമ്പോൾ 203 മൃതശരീരങ്ങളും 205 ബോഡി പാർട്സുമാണ് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ ഇതുവരെയുള്ള സമയത്തിനുള്ളിൽ ലഭ്യമായിട്ടുള്ള ആളുകളുടെ ആകെ വിവരം. 178 മൃതശരീരങ്ങൾ ഇതിനകം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 53 എണ്ണം ഐഡന്റിഫൈ ചെയ്യാത്ത മൃതശരീരങ്ങളാണ്. നമുക്ക് ആകെ ലഭ്യമായിട്ടുള്ള 205 ബോഡി പാർട്സുകളിൽ 2 എണ്ണം നേരത്തെ ഐഡന്റിഫൈ ചെയ്തതാണ്. 203 എണ്ണം ബോഡി പാർട്സ് അൺഐഡന്റിഫൈഡ് ആണ്. അങ്ങനെ 53 മൃതശരീരങ്ങളും 203 ബോഡി പാർട്സും ഉൾപ്പെടെ 256 ശരീരഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇനിയും തിരിച്ചറിയാൻ കഴിയാത്ത വിഭാഗത്തിൽപ്പെടുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട DNA ടെസ്റ്റും അതിനനുസൃതമായ വിധത്തിൽ ബന്ധുക്കളുടെ രക്തസാമ്പിളുകളുടെ പരിശോധനയും അതിവേഗത്തിൽ നടന്നു വരികയാണ്. 2 ദിവസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ പൊതുവായ ഒരു തീരുമാനം ലഭ്യമാകും എന്നാണ് നമ്മൾ കരുതുന്നത്. ബോഡി പാർട്ടുകളുടെ DNA റിസൾട്ട് പതുക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒഫീഷ്യലായി പോലീസ് അത് കൈമാറിയാൽ മാത്രമേ നമുക്ക് DNA ടെസ്റ്റ് പൂർണ്ണമായി എന്ന് പറയാനാകൂ. ഇപ്പൊ നമുക്ക് 119 കാണാതായവരുടെ ബന്ധുക്കളായിട്ടുള്ള 90 പേർ, ആകെയുള്ള 130ൽ 119 കാണാതായവരുടെയും രക്തബന്ധുക്കളായിട്ടുള്ള 90 പേരുടെ രക്തസാമ്പിളുകൾ ഇതിനകം ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ക്രോസ് മാച്ചിലേക്ക് ഇപ്പോ നമ്മൾ കടന്നു കഴിഞ്ഞു. ഇന്ന് സന്തോഷകരമായ ഒരു കാര്യം, കർണാടക സംസ്ഥാനത്തെ കോലാർ ഡിസ്ട്രിക്ട് കളക്ടർ 1 കോടി രൂപയുടെ മുഖ്യമന്ത്രിയുടെ ചികിത്സാ നിധിയിലേക്കുള്ള ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ധനസഹായം കോലാറിലെ ഡിസ്ട്രിക്ട് കളക്ടർ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഇവിടുത്തെ ജില്ലാ കളക്ടർക്ക് കൈമാറിയിട്ടുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകമായി നമുക്ക് ഈ ഘട്ടത്തിൽ പറയാവുന്നതാണ്. നഷ്ടമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഇപ്പോൾ വിതരണം ചെയ്തു വരികയാണ്. വിവിധ ക്യാമ്പുകളിലായി ആധാർ കാർഡ്, റേഷൻ കാർഡ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ്, ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ്, ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ്, MNREGA കാർഡ്, ലാൻഡ് ടാക്സിന്റെ റെസിപ്റ്റ്, വോട്ടർ ID കാർഡ്, ബാങ്കുകളുടെ പാസ്ബുക്കുകൾ, ലാൻഡ് ഡോക്യുമെന്റ്, VHSC SSLC ബുക്കിന്റെ ബുക്കിന്റെ ഭാഗമായിട്ടുള്ള സംവിധാനങ്ങൾ, പാൻ കാർഡുകൾ, MBDയുടെ കയ്യിലുള്ള RC ബുക്കുകൾ, ലൈസൻസ്, നമുക്ക് ലഭ്യമാകേണ്ട ഇൻകം സർട്ടിഫിക്കറ്റ്, നാച്ചുറിറ്റി സർട്ടിഫിക്കറ്റ് തുടങ്ങിയുള്ള സർട്ടിഫിക്കറ്റുകൾ ഇപ്പോൾ നമുക്ക് നൽകി വരികയാണ്. 878 ബെനിഫിഷ്യറീസിനായി 1162 സർട്ടിഫിക്കറ്റുകൾ ഇതിനകം നമുക്ക് നൽകാനായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ കണക്കുകൾ. അതനുസരിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ്